നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ നമുക്ക് കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആഗ്രഹിക്കുന്നവനെ അവന് വെറുതെ സ്വർഗം അയക്കത്തില്ല. ആഗ്രഹിക്കുന്നവനോട് ദൈവം ഇടപെടും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. ആമേൻ. നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ, നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ്റെ കരം ഇറങ്ങി വരും. നമ്മുടെ കരം ബലഹീനമായിരിക്കാം, പക്ഷേ നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം, ആമേൻ, അത് അസാധാരണമായി നമുക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പറയാൻ കഴിയുമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് പറയാമോ? യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. ഇന്ന് പകലിൽ അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുക. ആമേൻ. വിവിധ സ്ഥലത്തു നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൂത് പറയുന്നു. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് പകലിൽ ഭാരപ്പെടുന്ന നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ പുറപ്പെട്ടിരിക്കും. ആമേൻ. വചനം പുറപ്പെട്ടാൽ നിന്നെ പ്രതിസന്ധിയിൽ നിന്ന് ആ വചനം പുറത്തു കൊണ്ടുവന്നിരിക്കും. ആമേൻ. വചനം നിനക്ക് വേണ്ടി പുറപ്പെട്ടാൽ നിന്റെ ശരീരത്ത് ചലിക്കുന്ന രോഗം അത് സൗഖ്യമായിരിക്കും. നീ അനുഭവിക്കുന്ന കടബാധ്യതയിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. നീ ഇന്ന് പകൽ വിശ്വസിക്കുക. വചനത്തിന് വേണ്ടി ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തിന്റെ ഇടപെടലിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിന് വേണ്ടി. ഉഡാ മനാസി റമന്തുനി മന്ദൽക്കനാദിയ റമന്തുനി ശന്തൽക്കനാദിയ. ആമേൻ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ദൈവം തകർക്കുന്ന ദൈവമല്ല, നമ്മുടെ കർത്താവ് പണിയുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ ആമേൻ, എവിടെ തകർച്ച കണ്ടോ അവിടെ സ്വർഗം ഇറങ്ങി വരും. അപ്പാ, എന്നെ പണിയണമേ, എന്റെ ജീവിതത്തെ ഒന്ന് ആമേൻ ഞാൻ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകൽ തകർച്ചകളെ പണിയുന്ന ദൈവം ഇതിന് നടുവിലുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പിക്കാം, ഇത് തകർക്കപ്പെട്ടവന്റെ ആമേൻ തലമുറ അല്ല. ആമേൻ. തകർച്ചയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ തലമുറ, ഇത് ഉയർപ്പിന്റെ തലമുറയാകയാൽ ആമേൻ. ഒന്ന് പറഞ്ഞാട്ട്, ഞാൻ തകർക്കപ്പെട്ടവന്റെ തലമുറയല്ല. ആമേൻ. തകർച്ചയിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ തലമുറ. ഇന്ന് പകൽ സകല മരണത്തിന്റെ സ്വാധീനങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുന്നു. മരണ സ്വാധീനങ്ങൾ, തിരുവചനം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഇരുളിന് പിടിച്ചടക്കാൻ കഴിയാത്തൊരു ആത്മമണ്ഡലത്തിലാണ് ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് നിന്നെ തൊടുവാൻ കഴിയാത്ത ഒരു ആത്മ നിലവാരത്തിലാണ് ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വച്ചിരിക്കുന്നത്. ആ തിരിച്ചറിവ് ഒരുത്തന്റെ ഹൃദയത്തിനകത്ത് ആ തിരിച്ചറിവ് വരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ കൂടെ ആ അധികാരങ്ങൾ ചലിക്കാൻ തുടങ്ങും. അവന്റെ ജീവിതത്തിൽ കൂടെ ആ അധികാരങ്ങൾ ചലിക്കാൻ തുടങ്ങും. ഇന്ന് പകലിൽ ആമേൻ, അധികാരം, സ്വർഗീയ അധികാരം ആരുടെയെങ്കിലും ജീവിതത്തിൽ ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അവന്റെ അകത്തൊരു ബോധ്യമുണ്ടായിരിക്കണം, എന്റെ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ ആമേൻ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ തന്നെ അത് സംഭവിക്കാൻ പോകുക. ആമേൻ. തകർക്കപ്പെട്ട കുടുംബജീവിതത്തെ പണിയുവാൻ ആമേൻ പരിശുദ്ധന് കഴിയുമെന്ന്. ഓ ലാതാരാമാസി ലന്ദനാദിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തകർക്കപ്പെട്ടവന്റെ തലമുറയല്ല, മറിച്ച് തകർച്ചയിൽ നിന്നും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവന്റെ തലമുറ.
ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഒരു തകർച്ച പോലുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ചെന്ന് നിന്നാൽ അവിടെ തകർച്ചയല്ല പിന്നെ നടക്കാൻ പോകുന്നത്. അവിടെ ആമേൻ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടന്നിരിക്കും. ആമേൻ. തകർക്കപ്പെട്ട ഭവനത്തിലേക്ക് നിന്റെ കാലുകുത്തിയാൽ ആ ഭവനത്തിന്റെ സ്ഥിതി അന്നുകൊണ്ട് മാറാൻ തുടങ്ങും. ഇന്ന് പകലിൽ പരിശുദ്ധൻ ചിലരെ ഉപയോഗിക്കാൻ പോകുക. ആമേൻ. തകർക്കപ്പെട്ട ഭവനത്തെ പണിയാൻ നിന്നെ ദൈവം ആ ഭവനത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചിലതിനോട് ദൂത് പറയുക, കുഞ്ഞെ, ആ തകർക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് ആമേൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? അനേക ഇന്ന് പകല ബോധ്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകരുത്. പ്രിയമുള്ള ദൈവമൈതലേ, നിന്നെ ദൈവം അവിടുന്ന് വീണ്ടെടുത്തത് എന്തിനാണെന്നറിയാമോ? ആമേൻ. പിന്നെയും കരയാനല്ല, പിന്നെയും നിലവിളിക്കാനല്ല, ആമേൻ, പിന്മാറി പോകാനല്ല. നീ അതിന്റെ നടുവിൽ നിന്ന് വിളിച്ചു പറയണം, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാകയാൽ. ആമേൻ. യേശുവിനെ ആമേൻ ക്രൂശിച്ച് കൊന്ന് കല്ലറയിൽ വെച്ച് അടച്ചു. വലിയ വലിയ കല്ലെടുത്ത് വച്ചു, അതിനെ മുദ്ര വച്ചു. എന്നിട്ട് കാവൽക്കൂട്ടത്തെ നിർത്തി. എന്തിനാണെന്നറിയാമോ? ഇനിയും ഒരു ഉയർപ്പ് ഇവന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇവൻ പറഞ്ഞതുപോലെ ഇവൻ ഉയർക്കാൻ പാടില്ല. ആമേൻ. കല്ല് വെച്ച് അടച്ച് അത് മുദ്ര വച്ചിട്ട് കാവൽക്കൂട്ടത്തെ നിർത്തി. എന്തിനാ? ഒരു ഉയർപ്പ് നടക്കാൻ പാടില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആരൊക്കെ നിന്റെ ഉയർച്ചയെ തടഞ്ഞാലും, ഹല്ലേലൂയ, ആരൊക്കെ നിന്റെ ഉയർച്ചയെ തടയാൻ പുറപ്പെട്ടു വന്നാലും നടക്കത്തില്ല. ഇത് ഉയരത്തിലെ ദൈവത്തിന്റെ മക്കളത്രേ. ഹല്ലേലൂയ. ആരൊക്കെ കാവൽ നിൽക്കട്ടെ നിനക്കെതിരെ, ആരൊക്കെ നിനക്കെതിരെ ആമേൻ ആമേൻ സംസാരിക്കട്ടെ, പക്ഷേ അവര് പറയുന്നതല്ല കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ആമേൻ. നാട്ടുകാരും വീട്ടുകാരും ഉപ്പാപ്പനും ഒക്കെ പറയുന്നതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. സർവശക്തൻ നിന്നോട് എന്താണോ പറഞ്ഞത്, ആമേൻ. ചിലരെ നോക്കി ആമേൻ അയൽവക്കക്കാർ പറയാറുണ്ട്, അയ്യോ തകർന്നു പോയി, ഇവന്റെ ജീവിതത്തിൽ ഇനിയൊരു വിടുതലില്ല എന്ന് ആവർത്തിച്ച് കേട്ടവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുഞ്ഞെ, നിന്നോടായി ഈ ദൂത്. നിന്റെ ജീവിതത്തിന്റെ ശാപത്തെ പൊളിക്കാൻ ആമേൻ ഒരുത്തൻ ശാപമാക്കപ്പെട്ടു. ആമേൻ. ഒരുവൻ കാൽവറിയിൽ തകർക്കപ്പെട്ടു. നീ തകരാതിരിക്കാൻ അവൻ ഒരുവൻ തകർക്കപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും തകർന്നു പോകാതിരിക്കേണ്ടതിന്. ഒരുവൻ ശാപമറ്റത് എന്തിനാണെന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ആമേൻ ശാപം ചുമക്ക ഞാനും നിങ്ങളും ശാപം ചുമക്കാതിരിക്കേണ്ടതിന് ഒരുവൻ ശാപമാക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാവൽക്കൂട്ടത്തെ നിർത്തിയിരിക്കുക. ഇനി ഒരു ഉയർപ്പ് ഇവന്റെ ജീവിതത്തിൽ നടക്കാൻ പാടില്ല. ഇവന്റെ വാഗ്ദത്തം നടക്കാൻ പാടില്ല. ഇവനെ കുറിച്ചുള്ള ആമേൻ ഒരു പദ്ധതികളും നടക്കാൻ പാടില്ല എന്ന് ശത്രു ആമേൻ ആമേൻ പ്ലാൻ ചെയ്യുമ്പോ സ്വർഗം ഒരു പുതിയ പ്ലാൻ നിന്റെ മേലിടുകയാ. അവൻ നിനക്കെതിരെ ആൾക്കാർ കൂട്ടം കൂടട്ടാ എന്ന് പകൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയാ. നിനക്കെതിരെ ആൾക്കാർ കൂട്ടം കൂടുമ്പോ, നിനക്കെതിരെ പദ്ധതികൾ ഒരുക്കുമ്പോ, അവൻ സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഒരു പുതിയ ചരിത്രം എഴുതിയും. ദൂതനിറങ്ങും. ഇന്ന് പകൽ മുദ്ര വെച്ച കല്ലുകൾ ഉരുണ്ടു മാറുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുകയാ. അതിന്റെ വേളിൽ ഒരു ദൂതൻ. ഹല്ലേലൂയ. എന്ത് കല്ല് വെച്ചാ നിന്നെ അടച്ചത്? ഹല്ലേലൂയ. അവൻ നിയമക്കുരുക്കിട്ടാണോ നിന്റെ ബിസിനസിനെ അവൻ മുദ്ര വെച്ചത്? ഇന്ന് പകൽ അതിന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. ആത്മാവെന്നോട് ഉറപ്പിക്കുന്നു, നിയമക്കുരുക്കിട്ട്
ബിസിനസ്സുകൾ ആമേൻ ആമേൻ അത് പൂട്ടിച്ച ചില നിലവാരങ്ങൾ, ചില കാഴ്ചകൾ ഞാൻ ആത്മാവിൽ കാണുന്നു. പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, അതിന്റെ മേൽ ദൂതൻ ഇറങ്ങുകയാ. ആ നിയമക്കുരു കഴിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നത് പോലുള്ള നിയമക്കുരുക്കുകളെ സ്വർഗം ഇന്ന് പകൽ ഇറങ്ങി അടിക്കുകയാ. അതിനെ ആത്മാവനോട് പറയുന്നു, ഇതുപോലെ ചില നിയമക്കുരുക്കുകൾക്കകത്ത് ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ, നിയമക്കുരുക്കുകൾക്കകത്തായി യാത്രകൾ മുടങ്ങിയിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് പകൽ നിനക്ക് വേണ്ടി വചനം പുറപ്പെടുകയാ. ഇന്ന് പകലിൽ സകല നിയമക്കുരുക്കുകളെ അടിക്കാൻ ആമേൻ സർവശക്തൻ ഇറങ്ങുകയാ. യെസ് ആമേൻ. കരങ്ങളെ അടിച്ച് ആമേൻ വചനത്തെ സ്വീകരിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ആദരങ്ങൾ തുറന്ന് ആമേൻ. നിയമങ്ങൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിയമക്കുരുക്കുകൾ ലാൻഡിന്റെ മേലുള്ള നിയമക്കുരുക്കുകൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിനെ അഴിക്കുകയാ. അവൻ കൽവച്ചടച്ചു. എന്താ? ഉയർപ്പ് നടക്കാൻ പാടില്ല, വാഗ്ദത്തം നടക്കാൻ പാടില്ല, ഉയർപ്പ് നടക്കാൻ പാടില്ല, ഇവന്റെ ജീവിതത്തിലെ വാഗ്ദത്തം നടക്കാൻ പാടില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനകത്തേക്ക് കയറിയത് ഉഴവുചാലുപോലെ കീറിയ ശരീരമായിട്ടാ കല്ലറയ്ക്കകത്ത് കയറിയത്. ആമേൻ. ഒരു മാംസപിണ്ഡം പോലെ ഒരു മനുഷ്യനാണെന്ന് നോക്കിയാൽ അറിയാത്തവണ്ണം ഒരു മാംസപിണ്ഡം പോലെയാക്കി. തിരുവചനം പറയുന്നു, അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി, രക്തം അവന്റെ മുഖത്ത് ആമേ കട്ട പിടിച്ചിരുന്നു. കണ്ടാൽ ഒരു മനുഷ്യനാന്ന് പറയത്തില്ല, കണ്ടാൽ ഒരു മനുഷ്യനാന്ന് പറയത്തില്ല. അത്രയൊരു രൂപം കല്ലറയ്ക്കകത്ത് വെച്ച് അടച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ പുറത്തു വരുന്നത് ആമേൻ അതുപോലെ അല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കുഞ്ഞെ, നിന്നെ എങ്ങനെയാ കല്ല് വെച്ചടച്ചത്? എങ്ങനെയാ നിന്റെ വഴികളെ അടച്ചത്? എങ്ങനെയാണ്? കുഞ്ഞെ, അതുപോലല്ല നീ മടങ്ങി വരുന്നെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. നീ നിന്ന കെട്ടും മടുത്തു അല്ലേ? ഇന്ന് പകൽ തമ്പുരാൻ പുറത്തു കൊണ്ടുവരുന്നത് ഹല്ലേലൂയ പുതിയ ഒരു മാന്യതയുടെ പുതപ്പിട്ടായിരിക്കും. മനകട്ടി റമ്പൽ കനാദിയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആരൊക്കെ ദൈവമക്കളുടെ ഉയർച്ചയെ തടയാൻ നോക്കിയാലും നടക്കുന്ന കാര്യമല്ലത്. അത് വെറും ദിവാസ്വപ്നമാണ്, വെറും സ്വപ്നമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് പറയാൻ കഴിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഹല്ലേലൂയ. കാര്യം ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തത്. കാര്യം ദൈവമാണ് നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. കുഞ്ഞ്, മനുഷ്യനല്ല നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്, ഉയരത്തിലെ സ്വർഗമത്രേ. നിന്നെ ആ പട്ടണത്തിനകത്ത് കൊണ്ടുവന്നത് ആമേൻ മനുഷ്യരല്ല, സ്വർഗമത്രേ കൊണ്ടുവന്നത്. നിന്നെ ആ ഭവനത്തിനകത്ത് കയറ്റിയത് മനുഷ്യരല്ല, മറിച്ചു ദൈവമത്രേ. സോറോ കോറോ ലാമാറാസി അന്തരാദി. ഇന്ന് പകലിൽ അവൻ ഉറക്കെ, ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. ഇനി ശത്രുവും അവന്റെ മുഴു തന്ത്രങ്ങളും എല്ലാം എനിക്കെതിരെ പാളയം ഇറങ്ങട്ടെ.
ഒരു ദൈവം ഇതിൽ ചിരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആമേൻ, ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങട്ടെ, ഞാൻ നിർഭയനായിട്ടിരിക്കും. ഞാൻ ഉറക്കമില്ലാത്ത കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുമെന്നല്ല പറഞ്ഞത്. അവൻ പറയാ, ഒരു സൈന്യം മുഴുവനും എനിക്കെതിരെ, ഒറ്റയൊരു മനുഷ്യനെതിരെ ആമേൻ വരട്ടെ, ഞാൻ നിർഭയനായിരിക്കും. എന്താ ഉറപ്പ്? സർവശക്തൻ എന്റെ കൂടെയുണ്ട്. അതാണ് ഉറപ്പ്. ആമേൻ. ക്രിസ്ത്യാനിറ്റിക്കെതിരെ മുഴുവൻ സാമ്രാജ്യങ്ങളും വന്നു. രാജ്യങ്ങളല്ല വന്നത്, സാമ്രാജ്യങ്ങൾ. ആമേൻ. രാജ്യങ്ങൾ കൂടിയ അനേക സാമ്രാജ്യങ്ങൾ ആമേൻ ക്രിസ്ത്യാനിറ്റിക്കെതിരെ, ദൈവമക്കൾക്കെതിരെ പുറപ്പെട്ടു വന്നു. ഇന്ന് പകലിൽ ആ സാമ്രാജ്യങ്ങൾ ഇന്ന് ലോകത്തില്ല, പക്ഷേ ദൈവത്തിന്റെ മക്കൾ ലോകത്തുണ്ട്. ഹുഡാമാനാസി ആമേൻ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമേൻ ആമേൻ ദൈവസഭയ്ക്കുള്ള പീഡനങ്ങൾ ഒരുങ്ങിയിരുന്നു. ഇന്ന് പകലിൽ ആമേൻ അതിന്റെ നടുവിലും തഴച്ചു വളരുകയാ. ഇന്ന് പകലിൽ ആമേൻ പീഡനത്തിന് നടുവിൽ തകരുന്നവനല്ല, മറിച്ച് വളരും. കുഞ്ഞാ, നീ പറയാവുന്നവന്റെ മാക്സിമം പറഞ്ഞോ. ഇന്ന് പകലിൽ തളരത്തില്ല, അതിന് നടുവിൽ വളരും. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ശത്രുവിനെ കണ്ടിട്ട്, പിശാചിനെ ഒന്ന് കണ്ടിട്ട് അവനോടൊന്ന് പറഞ്ഞേ, നിനക്ക് പറയാവുന്നതിന്റെ മാക്സിമം പറ, നിനക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ബോധ്യം? ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, അതാ ബോധ്യം. അവൻ ഇങ്ങനെ വിട്ടുപിരിയാതെ ചേർന്ന് നടക്കുക, അതാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അടച്ചത് തുറക്കാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അടച്ചത് തുറക്കാൻ പോകുക. ചില കാര്യങ്ങൾ പറഞ്ഞ് അടച്ചു മുദ്ര വച്ചു, എന്നിട്ട് നിനക്കെതിരെ സംസാരിച്ചു. പരിശുദ്ധൻ വിളിച്ചു പറയുന്നു, ഞാൻ അതിനെ തുറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവനോട് ഉറപ്പിക്കുന്നു, നിന്റെ ബിസിനസിന്റെ പുതിയ എഗ്രിമെന്റിൽ നീ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ. തകർന്നു പോയി എന്ന് പറഞ്ഞ ബിസിനസിനെ ആമേൻ പരിശുദ്ധൻ വിളിച്ചു പറയുന്നു, പുതിയ എഗ്രിമെന്റ് വെക്കാൻ. പരിശുദ്ധൻ എന്നോട് ആവർത്തിക്കുന്നു, പുതിയ എഗ്രിമെന്റുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ, പുതിയ ആമേൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ എഗ്രിമെന്റുകൾ സൈൻ ഇടുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. തീർന്നുപോയി എന്ന് പറഞ്ഞിടത്തു നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് തമ്പുരാൻ പറയുക, പുതിയ ബിസിനസ്സുകാർ എഴുന്നേക്കാൻ പോകുക. ആമേൻ. പരിശുദ്ധൻ പറയുന്നു, നിനക്ക് നിന്റെ നിന്റെ മുറിക്കകത്ത് നീ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു, പുതിയൊരു ഐഡിയ നിനക്ക് തരാൻ പോകുക, പുതിയൊരു ബിസിനസിന്റെ ചിന്തകൾ നിനക്ക് തരാൻ പോകുന്നു. അതെ, പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കാലുവെച്ച, നീ ചെയ്യാൻ തുടങ്ങാൻ തീരുമാനിച്ച വിഷയമില്ലേ, ആ പദ്ധതിയുമായിട്ട് നീ മുന്നോട്ട് വെക്കൂ. നിന്റെ ഹൃദയത്തിൽ ഈ ചിന്ത തന്നത് ഉയരത്തിലെ ദൈവമാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകലിൽ അസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു, ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ആരൊക്കെ ഏതൊക്കെ സ്ഥലത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് പകൽ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചാൽ, ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് ആമേൻ 10 വർഷം കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഈ ആഴ്ചകളിൽ നീ അത് കാണാൻ പോകുന്നു. ഈ ആഴ്ചകളിൽ ആമേൻ ഫണ്ടുകൾ റിലീസാകുന്നു. ഈ ആഴ്ചകളിൽ നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് ചില ഫണ്ടുകൾ നിനക്ക് വേണ്ടി റിലീസാകുക. ആത്മാവെന്നോട് ഉറപ്പിക്കുന്നു.
ആമേൻ ബാങ്കിന്റെ ചില ആമേൻ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആമേൻ ഫണ്ടുകൾ റിലീസാകുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നു അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു. ഒരു പുതിയ വഴി ദൈവം തുറക്കുകയാണ്. ഓ ലാമാറാബ ശാന്തനാദിയ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഫണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ട ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എവിടെയാണോ അവിടെ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. സ്വർഗം ഇന്ന് പകലിൽ അതിനുവേണ്ടി ഒരു ഇടപെടൽ നടത്താൻ പോകുന്നു. ആമേൻ. ഫണ്ട് ബ്ലോക്കായ ചില മേഖലകളെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ആയിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, അങ്ങ് അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ അങ്ങ് തുറന്നാൽ ആർക്കും ആമേൻ അടയ്ക്കാൻ കഴിയത്തില്ല. ആ വചനത്തെ ഇപ്പോൾ അവരായിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇന്ന് പകലിൽ ദൈവസഭ ഒരുമിച്ച് അയച്ചു പ്രാർത്ഥിക്കുന്നു. തുറന്നു വരിക, തുറക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദഭാഗം വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച്, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ആമേൻ. അതിന്റെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ താഴ്വരയുടെ പരപ്പിൽ എത്രയോ അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നോ ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. മതി ദൈവം. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. താഴ്വര എന്ന് പറയുന്നത് അതൊരു സമൃദ്ധിയെ കാണിക്കുന്നതാണ്. താഴ്വര, അവിടെ നീരുറവകളുണ്ട്, അത് സമൃദ്ധിയെ കാണിക്കുന്ന. ഇപ്പോൾ ഹല്ലേലൂയ, ഈ താഴ്വരയിൽ വരണ്ട സാഹചര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. വരണ്ട സാഹചര്യങ്ങൾ, അസ്ഥിക്കൂട്ടങ്ങൾ നിറഞ്ഞു കിടക്കുന്ന, സാധ്യതകൾ അസ്തമിച്ച് കിടക്കുന്ന ആമേൻ ഒരു താഴ്വര. ഇന്ന് പകൽ നിങ്ങൾ ഏത് താഴ്വരയുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. സാധ്യതകൾ അസ്തമിച്ചൊരു താഴ്വര. ആമേൻ. സമൃദ്ധി വെളിപ്പെടേണ്ട താഴ്വരയിൽ ആമേൻ സാധ്യതകൾ അടഞ്ഞിരിക്കുമ്പോൾ ദൈവം ചോദിക്കുക, കുഞ്ഞേ, ഇതിനകത്തൊരു സാധ്യത വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്കറിയാം, ഇത് ഇസ്രായേലിനെ കുറിക്കുന്ന വേദഭാഗമാണ്. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന്, ആമേൻ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോ, ആമേൻ, ഇസ്രായേൽ ജീവനുള്ള ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോയപ്പോ ജാതീയ രാജാക്കന്മാരാൽ അവർ പിടിക്കപ്പെട്ടു, പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോയി. യെരൂശലേം തകർക്കപ്പെട്ട ഒരു സാഹചര്യം. ആമേൻ. ദൈവത്തിന്റെ ജനം വിളിച്ചു പറഞ്ഞു, ഇനി ഒരു സാധ്യതയില്ല, ഇനി ഒരു മടങ്ങി വരവിന് ഒരു സാധ്യതയില്ല, എല്ലാ സാധ്യതകളും അടഞ്ഞു എന്ന് ജനം ആമേൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആമേൻ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഈ അസ്ഥികൾ ജീവിക്കുന്നുവോ? പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, കുഞ്ഞേ, ആമേൻ, ജനം പറയുന്നത് പോലെ നീ ഏറ്റു പറയുകയാണോ? ഇനി ഒരു സാധ്യതയില്ലെന്ന് നീ വിളിച്ചു പറയുകയാണോ? അതോ ഇതിനപ്പുറത്ത് ഒരു സാധ്യതയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?
ഇന്ന് പകൽ ദൈവത്തിന് നമ്മുടെ നിലപാട് ദൈവത്തിന് അറിയണം. നീ ഏത് വിഷയത്തിന് നടുവിലാണെങ്കിലും പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ നിലപാട് ദൈവത്തിന് അറിയണം. പ്രവാചകനോട് ചോദിക്കുന്നു, അവൻ ഈ അസ്ഥികൾ ജീവിക്കുമോ? അത് താഴ്വരയിൽ എത്രയോ അധികമായിരുന്നു. അസ്ഥി ഇന്ന് അസ്ഥി വേർപെട്ടു. അസ്ഥി ബലത്തെ കാണിക്കുന്നു. വേർപെട്ടെന്ന് പറയുമ്പോൾ ആമേൻ, ഒരു കരുത്തുമില്ലാത്ത, ബലമില്ലാത്ത ഒരു സാഹചര്യം, സാധ്യതയില്ലാത്ത സാഹചര്യം. ഹല്ലേലൂയ, ആമേൻ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിന് നടുവിൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മടങ്ങി വരാൻ ഇനി സാധ്യതയില്ല. യെരൂശലേമിലുണ്ടായിരുന്ന ദൈവജനത്തിന് നല്ല കരുത്തുള്ളവരെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കി. ഇനിയും ഒരു മടങ്ങി വരവ് സാധ്യമേ അല്ല. ചിലർ ചിന്തിക്കുന്നുണ്ട്, ഇനിയും എങ്ങനെയാ? നല്ല കാലം കഴിഞ്ഞു. ആമേൻ, നല്ല പൊസിഷനിലിരുന്ന നല്ല കാലം കഴിഞ്ഞു. ഇനിയൊരു ഉയർപ്പുണ്ടാകുമെന്ന് ആമേൻ, ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ആത്മാവി വിളിച്ചു പറയാം, കുഞ്ഞേ, ഇനിയാണ് നിന്റെ നല്ല സമയം തുടങ്ങാൻ പോകുന്നത്. ഇനിയാ നല്ല സമയം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നല്ല സമയം നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഓപ്പറേറ്റ് ചെയ്യുക. ഇതുവരെ നീ കയറാത്ത സ്ഥാനത്ത്, ഇതുവരെ നീ സ്വപ്നം കാണാത്ത സ്ഥാപനങ്ങളിലേക്ക് ചിലതിന് വേണ്ടി ഇൻവിറ്റേഷൻ വരുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു. മെറിൻ, പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക. നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതുവരെ പോയതുപോലല്ല. ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ തകർച്ച അനുഭവിച്ചെങ്കിൽ ഇന്നലേക്ക് വേണ്ടി പരിശുദ്ധൻ ഒരു ഉയർപ്പ് വരുത്തുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർപ്പ് കൊണ്ടുവരികയാ. നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ, ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ഒരു പൊസിഷൻ ദൈവം ഒരുക്കുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നു.